കഷണ്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതൊരു പുരുഷനെയും ഒരളവ് വരെ സ്ത്രീകളെയും വല്ലാത്ത രീതിയിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കഷണ്ടിക്ക് 100% ഫലപ്രദമായ ചികിത്സാ രീതികൾ ഉണ്ടിപ്പോൾ. അതിനുള്ള ഉത്തരമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അഥവാ മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഓരോ മുടി അതിൻ്റെ അടിവേരോടുകൂടി പിഴുതെടുത്ത് ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വച്ച് പിടിപ്പിക്കുന്ന ഒരു ഓപ്പറേറ്റീവ് ടെക്നിക്കാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അഥവാ മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കഷണ്ടി കൂടാതെ ഇത് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, അപകടങ്ങൾ മൂലവും പൊള്ളലേൽക്കുക, ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ തലയിലായാലും പുരികങ്ങളിലായാലും മീശയിലായാലും രോമം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതിനുള്ള ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, പൊതുവായി ഇതിന് 2 ടെക്നിക്കുകളാണുള്ളത്. ആദ്യത്തെ ടെക്നിക്കിൻ്റെ പേരാണ് FUT അഥവാ ഫോളിക്കുലാർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ ടെക്നിക്കിൻ്റെ പേരാണ് ഫോളിക്കുലാർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ FUE ടെക്നിക്ക് എന്ന് പറയുന്നത്. പൊതുവെ കഷണ്ടിയുള്ള ഒരാളുടെ തലയിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും, ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടും ചെവിയുടെ തലയുടെ പുറകിൽ ഭാഗത്തായിട്ടും ഒരിക്കലും നഷ്ടപ്പെടാത്ത കുറേ മുടികളുണ്ടാവും. അതിനാണ് നമ്മൾ പെർമനന്റ് സോൺ എന്ന് പറയുന്നത്. അവിടുത്തെ മുടി ഒരു കാലത്തും നഷ്ടപ്പെടില്ല നിങ്ങളുടെ തലയിൽ നിന്നും. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പെർമനന്റ് സോണിലുള്ള മുടിയെ വേരോടെ പിഴുതെടുത്തിട്ട് കഷണ്ടിയാണെങ്കിൽ തലയിലും പുരികത്തിലുള്ള പാടിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ മീശയിലാണെങ്കിൽ അവിടെയും വെച്ച് പിടിപ്പിക്കുകയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ രീതിയാണ് ഫോളിക്കുലാർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റ് അഥവാ FUT അല്ലെങ്കിൽ സ്ട്രിപ്പ് മെത്തേഡ്. സ്ട്രിപ്പ് മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ പിൻഭാഗത്തു നിന്നുള്ള പെർമനന്റ് സോണിൽ നിന്നും ഒരു സ്ട്രിപ്പ് ഓഫ് സ്കിൻ, ഒരു 1.5 മുതൽ 2 സെന്റിമീറ്റർ വരെ വീതിയും 20 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളമുള്ള മുടിയോടുകൂടി ചേർന്നൊരു സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറേ ടെക്നീഷ്യൻസിൻ്റെ സഹായത്തോടുകൂടി അതിലുള്ള ഓരോ രോമവും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഓരോ രോമത്തെയും തലയിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഫോളിക്കുലാർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റ് അഥവാ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് സർജറി, ഈ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പുറകിലുള്ള മുറിവ് സ്റ്റിച്ച് ചെയ്ത് അടച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ സർജറി കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, തലയിൽ ഒരു മുറിവിൻ്റെ നേർത്തൊരു പാടുണ്ടാവും. അത് മുടി പറ്റ വെട്ടുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ മുടി ക്ലീനായി ഷേവ് ചെയ്യുന്നൊരവസ്ഥയിൽ മാത്രമേ പുറത്തോട്ട് കാണുകയുള്ളൂ. രണ്ടാമത്തെ രീതിയായ ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, പേന പോലുള്ള ഒരു മോട്ടർ ഉപയോഗിച്ച് തലയിലെ ഓരോ രോമവും സൂക്ഷ്മതയോടുകൂടി പറിച്ചെടുത്ത് അത് കഷണ്ടി ബാധിച്ച ഭാഗത്തോട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ 2 ടെക്നിക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അത് മുടി രോമം അതിൽ നിന്ന് എടുക്കുന്ന ടെക്നിക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വച്ച് പിടിപ്പിക്കുന്നത് 2 രീതിയിലും ഒരേ രീതിയിലാണ്, ഒരു വ്യത്യാസവും വരുന്നില്ല. ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷനിൽ കുറച്ചുകൂടെ നൂതനമായ ഒരു സംവിധാനമാണ് റോബോട്ടിക് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. റോബോട്ടിക് ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഡോക്ടറുടെ കൺട്രോളിലുള്ള ഒരു റോബോട്ടായിരിക്കും ഈ മുടി തലയിൽ നിന്നും പറിച്ചെടുക്കുക. അത് മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി സർജറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി 4 മുതൽ 8 മണിക്കൂർ വരെ എടുക്കാവുന്ന ഒരു ഓപ്പറേഷനാണ്. അന്ന് സർജറി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തോടുകൂടി പേഷ്യൻറ്റിന് വീട്ടിലോട്ട് പോകാവുന്നതാണ്. സർജറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുടി വളർച്ചയുടെ പൂർണ്ണ രൂപം കൃത്യമായി അറിയണമെങ്കിൽ ഏകദേശം 6 മാസം മുതൽ 8 മാസം വരെ എടുക്കും. ആദ്യത്തെ 2 മുതൽ 3 മാസം വരെ വച്ച് പിടിപ്പിച്ച മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൊഴിഞ്ഞു കഴിഞ്ഞ ശേഷം അടിവേരിൽ നിന്നും പുതിയ മുടി പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മുതൽ 8 മാസം വരെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട്സ് ഞങ്ങൾക്ക് കാണാവുന്നതാണ്. സർജറി കഴിഞ്ഞാൽ, സർജറിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുടി എടുത്ത ഭാഗത്ത് FUT ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടാകും. അതൊരു 10 മുതൽ 14 ദിവസം വരെ കഴിയുമ്പോൾ സ്റ്റിച്ച് മാറ്റേണ്ടതാണ്. FUE ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
മുടി എടുത്ത ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. മുടി വെച്ച ഭാഗത്താണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അവിടെ സാധാരണ രീതിയിൽ ചീർപ്പ് ഉപയോഗിച്ച് ചീകാതിരിക്കുക, കൈ കൊണ്ട് ചൊറിയാതിരിക്കുക, ടീഷർട്ട്സ് മുതലായവ ഉപയോഗിക്കാതിരിക്കുക, ഞങ്ങൾ വലിച്ചൂറുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. 4-5 ദിവസത്തിന് ശേഷം ഏതൊരു ആൾക്കും സാധാരണ രീതിയിൽ അവരുടെ ജോലി പുനരാരംഭിക്കാവുന്നതാണ്. ഓഫീസ് വർക്കായാലും എല്ലാ ജോലികളും പുനരാരംഭിക്കാവുന്നതാണ്. ഇതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയെക്കുറിച്ച് എനിക്ക് ഇത്രയും പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.